യുടെ ഓർമ്മകൾക്കൊരാണ്ട് തികയുമ്പോൾ അവിടെ പുതുപ്പള്ളി പള്ളിയിൽ അദ്ദേഹത്തിന്റെ കല്ലറയിലൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ടോം ആണ് കഴിഞ്ഞ വാർത്തയിലും അതോടൊപ്പം തന്നെ വാർത്താരംഭത്തിലും അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങൾ പങ്കുവച്ചത്. അതിനിടയിലാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കളുടെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് ലഭ്യമായതെങ്കിൽ നേരത്തെ ഉമ്മൻചാണ്ടിയുടെ മകൻ ന്യൂസ് 18നോട് പ്രതികരിച്ചിരുന്നു. അതിൽ സർക്കാരിനെ പരോക്ഷമായി അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടിയെ അവഗണിക്കുന്നതിൽ സർക്കാരിനോട് നന്ദിയുണ്ട് എന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. സർക്കാർ അവഗണിക്കുന്നത് കൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തത്. വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ തനിക്ക് വ്യക്തിപരമായി ആഗ്രഹമില്ല എന്നും ചാണ്ടി ഉമ്മൻ ന്യൂസ് 18നോട് പറഞ്ഞു. കേരളത്തിന്റെ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി വിട പറഞ്ഞിട്ട് ഒരു വർഷം പൂർത്തിയാക്കിയാണ്. വലിയൊരു സ്നേഹം, ആളുകളുടെ സ്നേഹം ഇന്നും ഉമ്മൻചാണ്ടിയെ ആളുകളുടെ സ്നേഹത്തോടെ ഓർക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇപ്പൊ നടന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഞാൻ പോലും പറയാതെ ഇവിടുത്തെ KSUക്കാര് നടത്തിയ ഒരു പരിപാടിയാണ്. ഇങ്ങനെയുള്ള പരിപാടികൾ സ്വയമായിട്ട് ചെയ്തു. ഇതിപ്പോ ആരും വിളിച്ചിട്ട് വന്നവരല്ല, അവര് സ്വയം ഇഷ്ടമനുസരിച്ച് വരുന്നവരാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ ആളുകൾ ഇങ്ങനെ ദിവസവും വന്നു പോയി നിൽക്കുന്നവരാണ്. അപ്പൊ ഇപ്പോഴും മണ്ഡലത്തിന്റെ എല്ലാ വാർഡിലും പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പരിപാടി നടന്നു തീർന്നിട്ടില്ല. ഇനി ഞങ്ങളുടെ ഒക്കെ ആളുകൾ വരാനുണ്ട്. ഇനി അത്രയും പരിപാടികൾ ഒരു സ്ഥലത്ത് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹം അദ്ദേഹത്തിനുള്ളതുകൊണ്ട് ചാരിറ്റി പ്രവർത്തനം ഇന്ന് ചാരിറ്റി ആയിട്ട് 3000 കുട്ടികൾക്ക് 30 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് ബഹുമാനപ്പെട്ട ഗവർണർ ഒരു കുട്ടിക്ക് കൊടുത്തുകൊണ്ട് തുടങ്ങുകയാണ്. കാരണം ഞാൻ ഇന്നൊരു ക്രൗഡ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചില്ല. മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ പരിപാടി ഇന്നത്തെ പരിപാടി 24 മാറ്റി. 1000 കുട്ടികൾ ഇന്ന് വരുമായിരുന്നു, പക്ഷെ അത് ഞാൻ മാറ്റി. അതുപോലെ തന്നെയാണ് നമുക്കറിയാം ഞങ്ങളുടെ ഒരു ടർഫ്, ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ടർഫ്, അതിൽ 10 മണിക്കൂർ കുട്ടികൾക്ക് സൗജന്യമായിട്ട് കളിക്കാനുള്ള തീരുമാനം കൊടുത്തിരിക്കുക. ആഴ്ചയിൽ 10 മണിക്കൂർ സ്കൂളിന്റെ പെർമിഷനോട് വരുന്ന അല്ലെങ്കിൽ ID കാർഡോട് വരുന്ന കുട്ടികൾക്ക് അവർ കളിക്കാൻ സൗകര്യം. അത് മാളികക്കൽ ട്രസ്റ്റുമായി ചേർന്നുകൊണ്ട് പ്രിയപ്പെട്ട ഹരിഹരൻ നായർ എന്ന് പറഞ്ഞ അപ്പയോട് ഏറ്റവും സ്നേഹമുള്ള ഒരു വ്യക്തി 50 സെന്റ് കൊടുത്തുകൊണ്ടാണ് അത് സ്ഥാപിക്കാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആളുകൾ സ്നേഹത്തോടെ നൽകുന്നു. ഞങ്ങളൊരു ക്രിക്കറ്റ് നെറ്റിന്റെ സ്ഥാപനം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നേരിട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഒത്തിരി ആളുകൾക്കുള്ള എന്താ പറയാ ചികിത്സാ സഹായം, 1 ലക്ഷം രൂപയോളം വരുന്ന ചികിത്സാ സഹായം ഫാദർ സെബാസ്റ്റ്യൻ കുന്നത്തിന്റെ ട്രസ്റ്റുമായി ചേർന്നുകൊണ്ട് ഞങ്ങൾ നടപ്പാക്കുകയാണ് പുതുപ്പള്ളിക്ക് വേണ്ടി. അപ്പോൾ നിരവധി കാര്യങ്ങൾ ആളുകളുടെ സ്നേഹവും കരുതലും ഒക്കെ ഉള്ളതുകൊണ്ട് നടപ്പാക്കാൻ സാധിക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജനസേവനമായിരിക്കണമെന്ന് യഥാർത്ഥത്തിൽ തുറന്നു കാട്ടിത്തന്ന നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. ആ ഒരു സന്ദേശം തന്നെയാണ് താങ്കൾക്കൊരു മാതൃകയായതും ഈ അപ്പയുടെ താങ്കളുടെ പിതാവിന്റെ ഒരു പ്രവർത്തനം തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം തന്ന ഊർജ്ജമാണ് ഇത് മൊത്തം. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും അദ്ദേഹത്തിനോടുള്ള സ്നേഹം കൊണ്ട് വന്നിരിക്കുന്നത്. പല ഭാഗത്തു നിന്നും കഴിഞ്ഞ 4 ദിവസങ്ങളായി പല ഭാഗത്തു നിന്നും വരിക. മെനഞ്ഞാന്ന് ഒരു സർവ്വമത പ്രാർത്ഥന തിരുവനന്തപുരത്ത് നിന്ന ആൾക്കാർ, അങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. അവര് സ്വയം താല്പര്യത്തിനും സ്നേഹത്തിനും വരുന്നതാണ്. അതിനകത്ത് നമ്മൾ വിളിക്കുകയോ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അവർ സ്വയം വരിക. ഈ വരുന്ന ക്രൗഡും എല്ലാം അവരുടെ ഇഷ്ടമനുസരിച്ച് വരുന്നവരാണ്. ഞങ്ങള് ഒരു 1000 കുട്ടികളെ വിളിച്ചതാണ്, പക്ഷെ അത് ഞാൻ മാറ്റിവെച്ചത് ഈ കാരണമാണ്. അപ്പൊ ഈ സ്വയം സ്നേഹത്തോടു കൂടി അദ്ദേഹത്തോട് താല്പര്യം കൊണ്ട് വരുന്നവരാണ് ഈ കൂടുതൽ. ഈ ഉമ്മൻചാണ്ടിക്ക് അനുസ്മരണമായി ഒരു സ്മാരകം എന്ന രീതിയിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. താങ്കൾക്ക് ആ കാര്യത്തിൽ ഒരു പരിഭവം കുടുംബത്തിനുണ്ട്? ഇല്ല, അങ്ങനെ ഒരു പരിഭവമില്ല. അദ്ദേഹത്തിന്റെ സ്മാരകം കേരളത്തിന്റെ ജനത്തിന്റെ മനസ്സിലാണ്. പ്രത്യേക സ്മാരകം ഒന്നും വേണമെന്നില്ല. കാരണം ഇവിടെ നിൽക്കുന്ന ഓരോ ആളും അദ്ദേഹത്തിന്റെ സ്മരണ ഉൾക്കൊണ്ടുകൊണ്ട് വന്നിരിക്കുന്നതാണ്. ഇങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാര് വീടുകളിലിരുന്ന് ഈ സ്മരണ ആചരിക്കുന്നുണ്ട്. ആ സ്മരണ ഞങ്ങളെ അറിയിക്കുന്നുണ്ട്. പ്രത്യേകമായ സ്നേഹവും കരുതലും അവരോടെല്ലാം അറിയിക്കുന്നു. ഞാൻ പറഞ്ഞു, ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ വ്യക്തിയെ എത്ര അവഹേളിച്ചാലും അദ്ദേഹം ശക്തനാവത്തേ ഉള്ളൂ. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ വ്യക്തിയെ അദ്ദേഹം എത്ര അവഗണിക്കപ്പെട്ടാലും ശക്തനാവത്തേ ഉള്ളൂ. മരണത്തിലും ജയം നേടിയ ആളാണ് അദ്ദേഹം. ഓർത്തു നോക്കൂ, മരണത്തിലും ജയിച്ച വ്യക്തിയായതുകൊണ്ടാണ് ഈ വർഷം മുഴുവൻ ആളുകൾ ഇവിടെ വന്നതും ഞങ്ങൾക്കുള്ള സ്നേഹം തന്നതും. അതുകൊണ്ട് എത്രത്തോളം അവഗണിക്കുവോ അത്രത്തോളം അദ്ദേഹം കരുത്ത് നേടത്തുള്ളൂ. കെ മുരളീധരൻ പറഞ്ഞു UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വിഴിഞ്ഞം പോർട്ടിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകുമെന്ന്. അങ്ങനെ ഒരു ആഗ്രഹം കുടുംബത്തിനുണ്ടോ? എനിക്കില്ല. അങ്ങനെ പേരില്ലേലും ഉമ്മൻചാണ്ടിയെ ജനങ്ങൾ ഓർക്കും. കാരണം പേരിൽ എഴുതി വെക്കുന്ന പേരിലല്ല കാര്യം, മനസ്സിൽ പേരെഴുതുന്നതിലാണ് കാര്യം. ഉമ്മൻചാണ്ടി സമം വിഴിഞ്ഞമെന്ന് കേരളത്തിലെ ജനം മനസ്സിൽ എഴുതി കഴിഞ്ഞു. ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് അവരുടെ ആഗ്രഹം. എന്റെ ആഗ്രഹം ജനത്തിന്റെ മനസ്സിലുള്ളത് അതാണ്. അത് മതി. ഞാൻ നേരത്തെ പറഞ്ഞു, ആര് പേര് പറഞ്ഞാലും പേര് പറഞ്ഞില്ലേലും ഇവിടെ നിലയ്ക്കാത്ത ജനപ്രവാഹമാണ് ഈ വർഷം മുഴുവനുള്ളത്. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. കാരണം ജനം സ്വന്തം കുടുംബത്തിലെ ഒരു അംഗമാണ് അദ്ദേഹം. പിതാവാണ്, അല്ലെങ്കിൽ
ഒരു കുടുംബത്തിന്റെ സഹോദരനാണ്, വഴികാട്ടിയാണ്, സുഹൃത്താണ്, അങ്ങനെ കരുതുന്നവരാണ് ഈ വന്നിരിക്കുന്ന മൊത്തം. ആരും വിളിച്ചിട്ട് വന്നവരല്ല. ഒരു പരിഭവം ഉണ്ടോ? സർക്കാർ വേണ്ട രീതിയിൽ അദ്ദേഹത്തെ സ്മരിച്ചില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു സ്മാരകം നിർമ്മിച്ചില്ലെന്നൊരു പരിഭവം ഉണ്ടോ? പോരുത്. ഒരു പരിഭവം ഉണ്ടോ? അങ്ങനെ എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ സർക്കാരിനോട്. ഈ പേര് പറയാത്തതിലൂടെ വലിയ ഒരു കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇനിയും പേര് പറയരുത്. ഓക്കെ, വ്യക്തമാണ്. എന്തായാലും ചാണ്ടി ഉമ്മൻ അദ്ദേഹം ഉള്ളുകൊണ്ട് ഒരു സർക്കാരിനുള്ള നീരസം പ്രകടിപ്പിക്കുന്നതാണ്. നന്ദിയുണ്ട് എന്ന് പറയുന്നത് കാരണം കേരളത്തിലെ ജനങ്ങൾ ഉമ്മൻചാണ്ടി ഏറ്റെടുത്തിട്ടുണ്ട്. സർക്കാർ ഒരു വശത്ത് അവഗണിച്ചു എന്ന് അദ്ദേഹം പറയാതെ തന്നെ പറയുകയാണ്. അത്തരമൊരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. കാരണം വിഴിഞ്ഞം വിഷയത്തില് വലിയ രീതിയിൽ ഉമ്മൻചാണ്ടിയുടെ പേര് വിഴിഞ്ഞം പോർട്ടിന് ഇടണമെന്ന ആ ഒരു ആവശ്യം പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി തന്നെ നേരത്തെ ഉന്നയിച്ചിരുന്നു. ആ വിഷയം കുടുംബത്തിന് പോലും പരിഭവമുണ്ട്. നേരത്തെ കെ മുരളീധരൻ പറഞ്ഞതാണ്, UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വിഴിഞ്ഞം പോർട്ടിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകും. അക്കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾക്ക് വ്യക്തിപരമായ ആഗ്രഹമില്ല, കാരണം കേരളത്തിലെ ജനങ്ങൾക്കറിയാം, വ്യക്തമായി അറിയാം, ഈ വിഴിഞ്ഞം പോർട്ട് അത് ഉമ്മൻചാണ്ടിയുടെ ഒരു ഇടപെടൽ അതിനകത്തുണ്ട്. അത് ഉമ്മൻചാണ്ടിയെ എന്നും വിഴിഞ്ഞത്തുള്ളവർ ഉൾപ്പെടെ ഉമ്മൻചാണ്ടിയെ ഓർമ്മിക്കും. അക്കാര്യത്തിലുള്ള പരിഭവം അദ്ദേഹം പങ്കുവെക്കുമ്പോൾ പോലും ഒരു പരസ്യമായ വിമർശനത്തിന് ചാണ്ടി ഉമ്മൻ തയ്യാറാകുന്നുമില്ല. ഉമ്മൻചാണ്ടിയുടെ മകന്റെ പ്രതികരണം അതാണ്. മറ്റാരും ഓർമ്മപ്പെടുത്തിയില്ലെങ്കിലും ജനങ്ങൾ ഉമ്മൻചാണ്ടിയെ മറക്കില്ല എന്നുള്ളതാണ്. ഇടവേള.